Welcome to the next lecture of network systems, the second part. In this session, we discuss the maximum power transfer theorem and reciprocity theorem. Myself, Lordson Devasya, working as lecturer in electrical and electronics engineering at Government Polytechnic College, Kottayam. In the first part, we have discussed that is the superposition theorem, Thevenin's theorem, and Norton's theorem. And here this is the QR code for the link of the first part. If you don't watch, please go through that link first. Maximum power transfer theorem, and this theorem states that the maximum power is transferred from load resistance from source to the load when internal resistance is equal to the load resistance. That is the second circuit consider ചെയ്യാം. ഒരു സോഴ്സ് ഉണ്ട്, ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓർ സോഴ്സ് റെസിസ്റ്റൻസ് വിളിക്കാം RI ആൻഡ് എ ലോഡ് ഈസ് കണക്റ്റഡ്. ഈ ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്, RL ഈസ് ഈക്വൽ ടു RI. When load resistance is equal to the source resistance or internal resistance, the maximum power is transferred to RL. Consider the first circuit. ഇത് ഏത് രീതിയിലുള്ള സർക്യൂട്ട് ആവും, that may be complicated. So I am drawing a circuit. Okay. Then ഈ internal ആയിട്ടുള്ള ഈ സർക്യൂട്ടിനെ ഞാൻ അതിനെ ഫോർമാറ്റ് ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്ത് ഈക്വലൻറ്റ് സർക്യൂട്ട് ആയിട്ട് വരയ്ക്കുന്നു. ദാറ്റ് ഈസ് എ സോഴ്സ് വിത്ത് എ റെസിസ്റ്റൻസ്. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ നമുക്ക് ഒരു വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഈക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സച്ച് എ സർക്യൂട്ട് ഓർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വിളിക്കുന്നത് തെവനിൻസ് സർക്യൂട്ട് എന്നാണ്. തെവനിൻസ് സർക്യൂട്ട് ദാറ്റ് ഈസ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് വോൾട്ടേജ് ഈസ് നോൺ ആസ് തെവനിൻസ് വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് തെവനിൻസ് റെസിസ്റ്റൻസ്. അങ്ങനെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് ഞാൻ ഈ ഫോമിലേക്ക് മാറ്റി, ദെൻ എനിക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ട ഒരു പോർഷൻ ആ പാർട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. ദിസ് ഈസ് RL. ഇനി പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് മാക്സിമം പവർ RLലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ RLൻ്റെ വാല്യൂ എന്തായിരിക്കണം, R ആയിരിക്കണം. തെവനിൻ സർക്യൂട്ടിൽ നമ്മൾ ഇതിനെ RTH എന്ന് മാർക്ക് ചെയ്യാം. സോ RL മസ്റ്റ് ബി ഈക്വൽ ടു RTH. ഓർ the second diagram, RL must be equal to RI, internal resistance or source resistance, when for maximum power transfer to the load. ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് RL ടു ഡെലിവർ ദ മാക്സിമം പവർ. അപ്പം ഫോർ ദാറ്റ് ഈ ഫസ്റ്റ് പാർട്ടിനെ തെവനിൻ തിയറം ഉപയോഗിച്ചിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം RTH. ദെൻ കണ്ടുപിടിക്കാനുള്ള പോർഷൻ RL ഇവിടെ ഇട്ടു, ദാറ്റ് ഈസ് RL ഹിയർ. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് RLൻ്റെ വാല്യൂ RTH ആവുന്നു, that time maximum power is transferred. Maximum power is transferred to RL. ഇനി ഇതിൻ്റെ തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ VTH കാണുക, RTH കണ്ടുപിടിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിലേക്ക് നിങ്ങൾ പോയി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കാണുക. VTH കണ്ടുപിടിക്കാൻ വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്തു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3 ohm, 4, 6 is the resistance, voltage is 18. AB എന്ന് പറയുന്ന പോർഷൻസ് ഓപ്പൺ ചെയ്യുക, ഈ സൈഡിലെ വോൾട്ടേജ് മെഷർ ചെയ്യുക, കണ്ടുപിടിക്കുക, ആൻഡ് ദാറ്റ് ഈസ് ദ തെവനിൻസ് വോൾട്ടേജ്. ദെൻ internal current is I is equal to total voltage in the circuit is 18 divided by total resistance 3 plus 6. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് 4 ഓമിൽ കൂടെയുള്ള കറണ്ട് 0 ആയിരിക്കും, നോ കറണ്ട്. ദാറ്റ് ഈസ് 18 divided by 9, that is equal to I is equal to 2 ampere. Then 6 ohmiന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്
6 ohm 6 into I ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓംസ് ലോ അനുസരിച്ചിട്ട് R into I, V is equal to R into I. Resistance is 6 ohm into current എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു 2. So the voltage is 12 volt. Okay, so that is VTH is equal to 12 volt. Then find RTH. Voltage circuit short circuit ചെയ്തു 3, 6 and here it is 4. Then ഈ ഒരു പോർഷനിൽ നിന്ന് നോക്കുക, ഇൻസൈഡ് നോക്കുക, ദാറ്റ് ഈസ് 3, 6, 4. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 3 and 6 are in parallel, that is in series with 4. 3 ഉം 6 ഉം പാരലൽ ആണെങ്കിൽ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 3 into 6 divided by 3 plus 6, that is 18 by 9, 2 ohms. So 3 ഉം 6 നും പാരലൽ ആയിട്ടുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് 2 ohm ആണ്. Here this is 2 ohms, that is in series with 4. So RTH is equal to 2 plus 4, that is equal to 6 ohms. Then നമുക്കിവിടെ ഈ സർക്യൂട്ടിനെ ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. Here yes, VTH നമ്മൾ കണ്ടുപിടിച്ചു, that is 12 volt. 12 RTH is equal to 6 ohm. Then maximum power transfer theorem പറയുന്നത് അനുസരിച്ച് when RL is equal to internal resistance or source resistance or Thevenin resistance 6 ohm, maximum power is transferred to RL. That is question എന്ന് പറയുന്നത് RLന്റെ വാല്യൂ എത്രയാണ് to transfer the maximum power. So the answer is when RL equal to 6 ohm, the maximum power is transferred. റെസിപ്രോസിറ്റി തിയറം, ഞാനൊരു ഇക്വലന്റ് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിനെ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദ സർക്യൂട്ട്. ദിസ് ഈസ് 4 ohm, 2 ohm, 3 ohm, and the voltage source is 12 volt. Okay, this is the current here. Okay. Then the same circuit 4, 2 and 3, 4, 2, 3. ഇവിടെ ഈ 12 വോൾട്ട് കൊടുത്ത പോർഷൻ ഞാനത് ഷോർട്ട് ചെയ്തു. ഇവിടെ കറണ്ട് മെഷർ ചെയ്ത I എന്ന് പറഞ്ഞ കറണ്ട് മെഷർ ചെയ്ത ആ പോർഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അവിടെ വോൾട്ടേജ് കണക്ട് ചെയ്തു 12 വോൾട്ട്. സർക്യൂട്ട് നെറ്റ്വർക്ക് സെയിം ആണ്. ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ബ്രാഞ്ചിൽ ഞാൻ 12 വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് കണക്ട് ചെയ്തു. റൈറ്റ് സൈഡിലെ കറണ്ട് മെഷർ ചെയ്തു, I എന്ന് മെഷർ ചെയ്തു. ദ സെയിം സർക്യൂട്ട് ഞാനത് ഇൻ്റർചേഞ്ച് ചെയ്ത് ദാറ്റ് ഈസ് വോൾട്ടേജ് സോഴ്സിന് പൊസിഷൻ മാറ്റി കറണ്ട് മെഷർ ചെയ്ത ആ ബ്രാഞ്ചിലേക്ക് വോൾട്ടേജിനെ മാറ്റി. ദെൻ മുൻപ് വോൾട്ടേജ് കൊടുത്ത ആ ഒരു ബ്രാഞ്ചിൽ ഞാനത് കറണ്ട് മെഷർ ചെയ്തു. ദെൻ റെസിപ്രോസിറ്റി തിയറം പറയുന്നത് ദ കറണ്ട് വിൽ ബി സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് കറണ്ടും സെയിം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് തിയറം പെർമിറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് സോഴ്സ് ഫ്രം വൺ പൊസിഷൻ ടു ദ അതർ. അതായത് വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് ഒരു പൊസിഷനിൽ മറ്റൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് ഈ ബ്രാഞ്ചിനെ ഞാൻ എക്സ് എന്ന് എടുക്കാം, എക്സ്, ആൻഡ് ദിസ് ബ്രാഞ്ച് ഈസ് വൈ. ദിസ് ബ്രാഞ്ച് ഈസ് എക്സ് ആൻഡ് ഈ ബ്രാഞ്ച് വൈ ആണ്. എക്സ് ബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സ് കാരണം വൈ ബ്രാഞ്ചിൽ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫോം ചെയ്തു. ഞാൻ എക്സിൽ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സിനെ മാറ്റി വൈ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് വോൾട്ടേജ് സോഴ്സിനെ മാറ്റി. അപ്പോൾ മുൻപ് വൈ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന അതേ കറണ്ട് തന്നെയായിരിക്കും എക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഉണ്ടാവുക. സോ വോൾട്ടേജ് സോഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ. ഇതാണ് ഈ റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം.
4 2 ohm and this is 3 ohm. The voltage is 12 volt. This is the current. Then another circuit, there is voltage source interchange ചെയ്യുന്നു. That is 4 2 3 ohms. കറണ്ട് ഉണ്ടായിരുന്ന ആ ബ്രാഞ്ചിൽ ഞാൻ തന്നെ ഓപ്പൺ ചെയ്ത് വോൾട്ടേജ് കൊടുത്തു 12 വോൾട്ട്. ദെൻ മുൻപ് വോൾട്ടേജ് ഉണ്ടായിരുന്ന ആ ബ്രാഞ്ച് ഞാൻ ഷോർട്ട് ചെയ്തു, അവിടെ കറണ്ട് മെഷർ ചെയ്യുന്നു. ഈ രണ്ട് സർക്യൂട്ടിലെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് സർക്യൂട്ടിൽ 12 നിന്ന് കറണ്ട് ഡെലിവർ ചെയ്യുന്നു. 4 ഓമിൽ കൂടെ പാസ് ചെയ്തിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒരു കറണ്ട് ഇതുവഴിയും മറ്റൊരു കറണ്ട് ഈ ഒരു പോർഷനും വഴി പോകുന്നു. നമുക്ക് മെഷർ ചെയ്യേണ്ടത് I ആണ്. ഓക്കെ, കറണ്ട് ഡിവൈഡർ റൂൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെക്ചറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് ഡിവൈഡർ റൂൾ യൂസ് ചെയ്യാം. സോ I ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട്, അതായത് ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട് നമ്മൾ നോക്കുക. ദെൻ ഈ കറണ്ട് I കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിനെ നമ്മൾ സോൾവ് ചെയ്യണം. സർക്യൂട്ടിനെ സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നിങ്ങളിവിടെ നോക്കുമ്പോൾ 2 and 3 the two resistors are connected in parallel എന്ന് കാണാൻ കഴിയും. ഞാൻ ഒന്ന് റീഡ്രോ ചെയ്യാം. ദിസ് ഈസ് 4 ohm and 2 and 3 are in parallel. ഞാൻ അത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നു. 2 in parallel with 3. This is the voltage 12 volt. When 2 are in parallel, 2 and 3 are in parallel, 2 into 3 divided by 2 plus 3, that is 6 by 5, that is 1.2 ohms. So the equivalent is 1.2 ohms. Okay, and the current from 12 volt is equal to I is equal to 12 divided by total resistance, that is 4 plus 1.2, that is 12 divided by 5.2, that is equal to 2.3 ampere. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ഓമിൽ കൂടിയുള്ള കറണ്ടാണ്. അതായത് 12 നിന്ന് 2.3 ആംപിയർ ഡെലിവറി ചെയ്യുന്നു. 2.3 ആംപിയർ. ഈ 2.3 ആംപിയർ ഇവിടെ വന്നതിന് ശേഷം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നു. ഒന്ന് 2 ഓമിൽ കൂടെ പോകുന്നു, അതർ കറണ്ട് 3 ഓമിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് ഡിവൈഡർ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഹിയർ ദാറ്റ് ഈസ് 2 ohm ആൻഡ് ഇറ്റ് ഈസ് 3 ohm. ഇതിലേക്ക് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 12 വോൾട്ടിൽ നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് ദാറ്റ് ഈസ് 2.3 ആംപിയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ഓമിൽ കൂടിയുള്ള കറണ്ടാണ്, ക്യാപിറ്റൽ I. സോ ക്യാപിറ്റൽ I ഈസ് ഈക്വൽ ടു കറണ്ട് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2.3 ഇൻറ്റു അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ഓമിൽ കൂടിയുള്ള കറണ്ടാണ്. അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 3 ആണ്. 3 ഡിവൈഡ് ബൈ sum of individual resistance, 2 plus 3, that is 2.3 into 3 by 5. And that is equal to 1.38 ampere. That is the current through the 2 ohm is equal to 1.38 ampere. Then second circuit നമ്മൾ സോൾവ് ചെയ്യാം. നമ്മൾ വോൾട്ടേജിൻ്റെ സോഴ്സ് മാറ്റി കറണ്ട് മെഷർ ചെയ്ത് ആ ബ്രാഞ്ചിലേക്ക് സോഴ്സ് കണക്ട് ചെയ്തു. മുൻപ് വോൾട്ടേജ് ഉണ്ടായിരുന്ന ആ സോഴ്സ് നമ്മുടെ ഷോർട്ട് ചെയ്തു, അവിടുത്തെ കറണ്ട് മെഷർ ചെയ്യണം. ദെൻ ഇവിടെ നോക്കുമ്പോൾ 12 നിന്ന് കറണ്ട് ഡെലിവർ ചെയ്യുന്നു. ആ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. 4 3ലേക്ക് സ്പ്ലിറ്റ് ആവുന്നു. ഇപ്പോൾ 12 വോൾട്ടിൽ നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിന് ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണണം. നിങ്ങൾ ഇക്വലന്റ് കാണുമ്പോൾ മനസ്സിലാവും. ദറ്റ് ഈസ് ലാസ്റ്റ് 4ഉം 3യും ഇൻ പാരലാണ്. It is 4 and 3 are in parallel. 12 volt here. This is the 2 ohms and 4 and
3 are in parallel. So 4 and 3 are in parallel means the equivalent resistance is equal to 4 into 3 divided by 4 plus 3. അതായത് R1 into R2 divided by R1 plus R2 when two resistance are in parallel. So this is 4 into 2, 12 by 7. Okay, that is the answer is 1.71 ohms. That is the equivalent circuit is this is 1.71, that is in series with the 12 volt. So the current delivered from 12 volt is, that current is equal to voltage 12 divided by total resistance, that is 1.71 plus 2, that is 12 divided by 3.71, that is equal to 3.23 ampere. അപ്പം 12 നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് നമുക്ക് കിട്ടി. 12 ഡെലിവർ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.32. സോ 2.32 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വരുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു, കാരണം 4ഉം 3ഉം പാരലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് ഏതാണ്? ഈ ക്യാപിറ്റൽ ഐ, അതായത് 4 ഓമിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓമിൽ കൂടെ, ദിസ് ഇസ് ഐ. കറണ്ട് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് കറണ്ട് ഡിവൈഡർ റൂൾ? ടോട്ടൽ കറണ്ട് ദാറ്റ് ഈസ് 3.23 ഇൻറ്റു അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. നമുക്ക് 4 ഓമിൽ കൂടെയുള്ള കണ്ടുപിടിക്കേണ്ടത്. സോ അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ 3 ohms. 3 ഡിവൈഡഡ് ബൈ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 4 plus 3, that is 3.23 into 3 divided by 7. You will get it as 1.38 ampere. ഞാൻ കറണ്ട് ഡിവൈഡർ റൂൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ദിസ് ഈസ് R1, അനദർ റെസിസ്റ്റൻസ് R2. എൻട്രിങ് കറണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐ ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ, എൻട്രി ചെയ്യുന്ന കറണ്ട് ക്യാപിറ്റൽ ഐ, R1 R2 അറിയാമെങ്കിൽ ഓരോ ബ്രാഞ്ചിൽ കൂടെയും പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് ഞാൻ IX എന്ന് എടുക്കാം. IX ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട്, വരുന്ന കറണ്ട് എത്രയാണ്? ഐ, ക്യാപിറ്റൽ ഐ, ദാറ്റ് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. ഇവിടെ IX ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് R1ൽ കൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R2 ആവും. R2 ഡിവൈഡഡ് ബൈ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് R1 plus R2. ഇതാണ് ഇക്വേഷൻ. ദെൻ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ കേസിൽ വോൾട്ടേജ് ലെഫ്റ്റ് സൈഡിലും കറണ്ട് റൈറ്റ് സൈഡിൽ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ കറണ്ട് എന്ന് പറഞ്ഞാൽ 1.38 ആംപിയർ. രണ്ടാമത് നമ്മൾ ഇതിനെ വോൾട്ടേജ് സോഴ്സിനെ മാറ്റി, അതായത് കറണ്ട് മെഷർ ചെയ്ത ആ പോർഷനിലേക്ക് വോൾട്ടേജിനെ കണക്ട് ചെയ്തു, അതർ സൈഡ് ഷോർട്ട് ചെയ്ത് അവിടുത്തെ കറണ്ട് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ കറണ്ട് എന്ന് പറയുന്നത് 1.38 ആംപിയർ. ഇതാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. That is, in a linear bilateral network, if any EMF on the branch X causes a current I, the same EMF is located in branch Y will cause the same current in branch X. Okay. You have discussed the two problems, that is theorems, maximum power transfer theorem and reciprocity theorem, and scan this QR code for the quiz. Thank you.